ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് 24/11/2022. അപ്പം ഇന്നലെ നമ്മൾ നേരെ പ്രൈസ് മേളിലേക്ക്, ഇത് നമ്മളുടെ ഇന്നലത്തെ പ്രൈസ് ആക്ഷനാണ്, അത് ഞാൻ ജേണൽ ചെയ്യുന്നതാണ്. അപ്പം ഇന്നലെ പ്രൈസ് നേരെ പോയി, നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമെന്ന് വിചാരിച്ച സാധനം സ്റ്റോപ്പ് ചെയ്തില്ല, മേളിലേക്ക് വീണ്ടും പ്രൈസ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏഷ്യയിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ നമ്മൾ ബ്രേക്കോ സ്ട്രക്ചർ, FEG മെഡിക്കേഷൻ, വീണ്ടും ബ്രേക്കോ സ്ട്രക്ചർ, ആ FEG മെഡിക്കേഷൻ, വീണ്ടും ബ്രേക്കോ സ്ട്രക്ചർ, FEG മെഡിക്കേഷൻ, ഫുൾ FEG മെഡിക്കേറ്റ് ചെയ്ത് മേളിൽ പോയിട്ട് നമ്മൾ ഏഷ്യ ക്ലോസ് ആയി കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് 0-0 ടൈം ആയി കഴിഞ്ഞപ്പം നമ്മൾ ബൈ സൈഡ് ലിക്വിഡിറ്റീസ് ഫുള്ള് ഗ്രാബ് ചെയ്തിട്ട് താഴേക്ക് ബ്രേക്ക് ചെയ്യുമായിരുന്നു. പിന്നീട് നമ്മുടെ ലണ്ടൻ ഓപ്പൺ ആയപ്പം നമ്മൾ ബൈ സൈഡ് ലിക്വിഡിറ്റീസ് എടുത്തിട്ട് താഴേക്ക് ബ്രേക്ക് വന്നു വിത്ത് FEG ആയിരുന്നു. അപ്പം ഇവിടെ ബൈ നോക്കിയത് വേണമെങ്കിൽ ലോസ് ആവാമായിരുന്നു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ബൈ സൈഡ് ലിക്വിഡിറ്റീസ് എടുത്തിട്ട് താഴേക്ക് ഇറങ്ങി. ഇവിടെ ബൈ നോക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പ്രീമിയത്തിലാണ് അല്ലേ, നല്ലൊരു ലാസ്റ്റ് ഒരു മെഡിക്കേഷൻ പോലെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തത് ഇവിടെയാണ്. പിന്നീട് നേരെ പ്രൈസ് പോയേക്കാണ്, പിന്നീട് ഭയങ്കര പ്രീമിയത്തിലാണ്. നമുക്കപ്പോൾ അവിടെ ഒരു റിവേഴ്സൽ ഓപ്പർച്യൂണിറ്റി പോലെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ബൈ നോക്കുന്നതിലൊരു അർത്ഥമില്ല. പിന്നെ നമ്മുടെ ഓപ്പർച്യൂണിറ്റി അവിടെ കണ്ടു, നമ്മൾ ബൈ നോക്കിയത് കൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, പിന്നീട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അപ്പോൾ തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റണം മൈൻഡ്. ഓക്കെ, അപ്പം അടുത്ത FEG ഫോം ചെയ്ത് നമ്മളിവിടെ നമുക്ക് ബ്രേക്കോ സ്ട്രക്ചർ തന്നു. ഇവിടെ അടുത്ത സംഭവം, അടുത്ത ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളിവിടെ സെല്ല് നോക്കിയിരുന്നെങ്കിൽ നല്ലൊരു സെല്ലുണ്ടായിരുന്നു, അത് ഗ്രൂപ്പിലുള്ള കുറേ പേര് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പ്രീമിയം ഡിസ്കൗണ്ട് നോക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് സാധനമാണെന്നുള്ളത് ഇവിടെ നമുക്ക് വ്യക്തമാകാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈ പ്രീമിയത്തിലാണ് പ്രൈസ്, അതൊരു ജസ്റ്റ് ഒരു ഐ നോട്ടത്തിൽ കൂടെ നമുക്ക് കാണാം അതൊരു പ്രീമിയത്തിലാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതൊരു മെയിൻ പോയിൻ്റായിട്ട് വെക്കണം. നമ്മൾ എപ്പോൾ പ്രൈസ് നോക്കിയാലും പ്രീമിയത്തിലാണോ ഡിസ്കൗണ്ടിലാണോ എന്ന് ജസ്റ്റ് നമുക്ക് നോക്കുന്ന രീതിയിലെങ്കിലും മനസ്സിലാവുന്ന രീതിയിൽ മനസ്സിലാക്കി വെക്കണം. ഇതൊരു 1:3 നമ്മൾ നോക്കുവാണെങ്കിൽ അത് നൈസ് സിമ്പിളായിട്ട് 1:3 അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 1:4 പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു ഏഷ്യയുടെ ലോ എയിം ചെയ്തിരുന്നെങ്കിൽ അതും എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ബ്രേക്ക് ഈവൻ ആക്കി വല്ലതും വെച്ച് കുറച്ചുകൂടെ കയറ്റി വെച്ചവർക്കൊക്കെ അടി കിട്ടിയിട്ടുണ്ടാവും. പിന്നീട് അത് വീണ്ടും താഴേക്ക് വന്നു. ഓക്കെ, അത് എന്നിട്ട് സെൽ സൈഡ് ലിക്വിഡിറ്റീസ് ഗ്രാബ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ലഞ്ചിലാണത് സംഭവിച്ചത്. പിന്നീട് വേറെ പരിപാടിയൊന്നുമില്ല ലഞ്ചിൽ. പിന്നീട് അവിടുന്ന് ബ്രേക്കോ സ്ട്രക്ചർ വിത്ത് FEG ഇവിടെ തന്നത് മെഡിക്കേറ്റ് ചെയ്തു. പിന്നീട് വീണ്ടും മേളിലേക്ക് പോയി. ഇവിടെ ചെറിയൊരു ലിക്വിഡിറ്റി സ്വീപ്പ് പോലെ കാണാം 8:30-ക്ക്. അത് പിന്നെ ഇവിടെ ഒരു ചെറിയ സ്വീപ്പ് പോലെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു സ്വീപ്പ് ഉണ്ടായിരുന്നു, പിന്നെ മെഡിക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ ഒരു FEG ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു 15 മിനിറ്റ്. ഇവിടെ ഒരു FEG ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ജസ്റ്റ് ഒരു ചെറിയ FEG, അത് മെഡിക്കേറ്റ് ചെയ്തിട്ടില്ല. സോ ഞാൻ അത് നോക്കിയായിരുന്നു. ബുള്ളിഷ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് FEG മെഡിക്കേറ്റ് ചെയ്യണമല്ലോ, ഇതുപോലെ ലിക്വിഡിറ്റി സ്വീപ്പ് വന്നപ്പോൾ. അപ്പോൾ പിന്നീട് ഞാൻ നോക്കിയത് നേരെ മേളിലേക്ക് പോയി. പ്രൈസ് 8:30 ആയപ്പം മേളിലേക്ക് പോയിട്ട് എനിക്ക് ഇവിടെ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് വന്നു. ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് വന്നിട്ട് അതൊരു 3 മിനിറ്റ് FEG ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അവിടെ ജസ്റ്റ് ചുമ്മാ ഒരു എൻട്രി എടുത്തിട്ടിരുന്നു ഒരു രസത്തിന്. ഇത് ഞാൻ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ടില്ല ന്യൂയോർക്ക് ഇന്നത്തേത്. കാരണം ഇന്ന് നമ്മുടെ ഡോളർ മാർക്കറ്റ്, US മാർക്കറ്റ് ഫുള്ള് ബാങ്ക് അവധിയാണ്. അതുമാത്രമല്ല ന്യൂസുകളൊന്നുമില്ല. അപ്പം മെയിൻ ഡ്രൈവ് എന്ന് പറയുന്നത് ന്യൂസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പം ന്യൂസ് ഒരു മെയിൻ ഘടകമാണ് നമ്മുടെ മാർക്കറ്റിൻ്റെ. അതുപോലെ തന്നെയാണ് ബാങ്ക് എന്ന് പറയുന്നത് ബിഗ് പ്ലേയേഴ്സാണ്. അപ്പം അവരുണ്ടെങ്കിൽ ഒരു മാർക്കറ്റിന് നല്ല മൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്കത് വ്യക്തമായിട്ട് കാണാം, മാർക്കറ്റിന് മൂവ് ഒന്നും ഇല്ലാത്തത് കാരണം ഇതുകൊണ്ടാണ്. സോ ഇവിടെ ഞാനൊരു ട്രേഡ് നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ ജസ്റ്റ് ചെറിയൊരു ലോട്ട് സൈസ്, വലിയ ഫോഴ്സ് ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ചുമ്മാ ഒരു ഇതിന് വേണ്ടിയിട്ട് ട്രേഡ് എടുത്തതാണ്. അതൊരു കുറച്ചുകൂടെ കയറ്റി അല്ല, ഇവിടെ ഞാൻ എടുത്തത്. ഞാൻ ഒരു 1:3 ആണ് നോക്കിയത്. പക്ഷേ 1:3 അടിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇറങ്ങി. ഞാൻ വിചാരിച്ച് കൺസോൾട്ടേറ്റ് ചെയ്യുന്നതാണ് നല്ലപോലെ. സോ ഞാൻ ഇവിടെ പാർഷ്യൽസ് ബുക്ക് ചെയ്തിട്ട് ജസ്റ്റ് വീണ്ടും പ്രൈസ് തിരിച്ചു പോയിട്ട് പിന്നെ ഇവിടെ ഇറങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ ക്ലോസ് ചെയ്തു.
പിന്നെ ഞാനത് വെയിറ്റ് ചെയ്തില്ല, ഞാനെല്ലാം ക്ലോസ് ചെയ്തു, ഞാൻ മാറിയിരുന്നു. അപ്പം ഇതായിരുന്നു ഇന്നത്തെ എന്താണ് പ്രൈസ് ആക്ഷൻ എന്ന് പറയുകയാണ്. ഇവിടെ ഒരു FEG ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, ആ FEG മെഡിക്കേറ്റ് ചെയ്ത് വീണ്ടും പ്രൈസ് താഴേക്ക് ഇറങ്ങി. സോ ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഹെവി പ്രീമിയത്തിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഡെയിലിയുടെ എവിടെയാണ്, ഡെയിലി നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു OBയുടെ ഒരു മിഡിലാണ്, അത് നമുക്ക് ലോ ടൈം ഫ്രെയിമിൽ പോയാൽ വേറെ OBs അവിടെ ഉണ്ടാവും. ഈ OBയുടെ ഒരു മിഡ് പോയിന്റിലാണ് നമ്മളിപ്പം ഫുള്ള് പ്രൈസ് നിൽക്കുന്നത്. സോ ആ ഒരു റിയാക്ഷനിലാണ്. റിവേഴ്സൽ കിട്ടിയാൽ നൈസ് ആയിരിക്കും, പക്ഷേ ഒരു സ്വീപ്പും കൂടെ മേ ബി ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ പ്രൈസ് ആക്ഷൻ. വേറെ കൂടുതലായിട്ടൊന്നുമില്ല. അപ്പം see you guys in next video. Stay safe. Sipping on Vex for the next say something. Never tell her back that I never stay running. Sipping on Vex, damn, know I got stacks in the lab, taking pictures.